തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിൽ വെച്ച് വെച്ച് 2 തവണയും പാലക്കാട്ടെത്തിച്ച് 1 തവണയും ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിൽ പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് പിന്നെ ഒരു ഫ്ലാറ്റിൽ വെച്ചെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ അതിജീവിത എന്ന് നാട്ടുകാർ പറയില്ല, മീഡിയക്കാരും പിന്നെ ഗവൺമെൻറ്റും പിന്നെ രാഹുലിനെ എതിർപ്പുള്ളവരും പറയും അതിജീവിത എന്ന്. അതിജീവിതയുടെ വീട്ടിലാണ് എന്നും പറയുന്നു, അറിയില്ല. അപ്പോൾ അത് ചില ന്യൂസുകളിൽ അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് സത്യമെന്ന് നമുക്കറിയില്ല, നമുക്ക് അങ്ങനെ കിട്ടാനുള്ള സോഴ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏതാ സത്യമെന്നും അറിയില്ല, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം 2 പ്രാവശ്യം തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ബലാത്സംഗം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് വന്നു ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട്. വീണ്ടും പാലക്കാട് വന്നു. പാലക്കാട് പിന്നെ ഒരു ദിവസം ബലാത്സംഗം ചെയ്യട്ടെ എന്നുകൊണ്ട് വീണ്ടും പാലക്കാട് വന്നു. അങ്ങനെ അവിടെയും ബലാത്സംഗം ചെയ്തു. 2 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു എന്ന മൊഴിയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. പിന്നെ ലുക്കൗട്ട് നോട്ടീസ് വിട്ടിട്ടുണ്ട്, കാരണം ഇനി വിദേശത്തേക്ക് കടന്നാലോ എന്നോ ലുക്കൗട്ട് നോട്ടീസും വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ രാഹുലിൻ്റെ മേലെ മിസ്റ്റേക്കാണല്ലോ, കാരണം അടിക്കാൻ വടി അവൻ്റെ കൊടുത്തത് രാഹുലാണല്ലോ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ 10 വർഷം വരെ ജീവപര്യന്തം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. കിട്ടുമോ എന്നറിയില്ല. ആ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയാം. BNS 64, 89, 115, 351 വകുപ്പുകളും IT നിയമവും ഉണ്ട്. കാരണം ഇത് കോളുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് IT നിയമത്തിലും വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും എനിക്ക് അറിയാത്തൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഈ ചാറ്റ് ഉണ്ടല്ലോ, ഈ ചാറ്റ് ഈ മാർച്ച് മിക്കവാറും എല്ലാ ഡേയ്സും ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്യണം, നീ പ്രഗ്നൻ്റ് ആവാൻ റെഡിയാകൂ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് പിൽസ് മുഖ്യം. അപ്പോൾ പീഡിപ്പിച്ചതാണല്ലേ. അതായത് ബന്ധപ്പെടുമ്പോൾ പ്രഗ്നൻ്റ് ആകാൻ റെഡിയാകുക എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ പിൽസ് മുഖ്യം പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ബലാത്സംഗം ചെയ്തതാണെന്നും പറയുന്നുണ്ട്. എല്ലാവരും വിശ്വസിക്കണം കേട്ടോ, ബലാത്സംഗം ചെയ്തതാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ പിൽസ് മുഖ്യമുണ്ട്. അപ്പോൾ പിൽസ് മുഖ്യെന്ന് പെൺകുട്ടി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നോ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ബന്ധപ്പെടാം, പിൽസ് കൊണ്ടുപോവാ, എന്നിട്ട് ബന്ധപ്പെടാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഈ ചാറ്റ് മീഡിയക്കാർ സത്യമാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ചാറ്റാണ് കേട്ടോ, നമുക്കറിയില്ല, മീഡിയക്കാർ തന്നെ പുറത്തുവിട്ട ചാറ്റാണ്. അപ്പോൾ ഐ വാണ്ട് മേക്ക് യു പ്രഗ്നൻ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞ് വേണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് കുഞ്ഞ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ബന്ധപ്പെട്ടിട്ട് അവസാനം ബന്ധപ്പെട്ടതിന് ശേഷം ഏത് സംഭവിച്ചോ എന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് ആർക്കും അറിയില്ല, കല്യാണം കഴിഞ്ഞ കുട്ടിയാണെന്ന് അറിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണെന്ന് അറിയാതെ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ട് തല വയ്ക്കുമെന്ന് അറിയില്ല. അങ്ങനെ തല വെച്ചതാകാൻ ചാൻസ് ഇല്ല. പിന്നെ ആൾ കുറച്ച് ഞരമ്പനും കൂടി ആയതുകൊണ്ട് ഈ ന്യൂസുകൾ വരുന്നത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ആളിനെ പേഴ്സണലി അറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഈ കാര്യത്തിൽ കുറച്ച് വീക്കാണല്ലോ ആൾ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞതോ ഇല്ലാത്തതോ അറിയാതെ പോയതാണെന്നറിയില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു ചാറ്റ് വന്നത്, അതാണ് കൺഫ്യൂഷൻ നമുക്ക്. പിന്നെ മാർച്ചിൽ മിക്കവാറും ഡേയ്സ് ചെയ്യുക, അതായത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താക്കളും തമ്മിലാണല്ലോ അങ്ങനെ പറയുന്നത്. നമുക്ക് ഈ മാസം ആയില്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് പ്രഗ്നൻ്റ് ആകണം, അതുകൊണ്ട് നമുക്ക് ആ മാസം കംപ്ലീറ്റ് ബന്ധപ്പെടാം എന്നൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയുള്ളവരാണെന്ന് കേട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെയൊരു ഭാര്യയും ഭർത്താവ്, അതോ ആ കുട്ടി വേറെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവുമായിട്ട് ജീവിക്കുകയാണപ്പോൾ. അതായത് ഭർത്താവുമായി പിണങ്ങിയിട്ട് വീട്ടിൽ പോയിട്ടില്ല, ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സമയത്താണ് ആ പെൺകുട്ടി ഈ തരവഴിത്തരം കാണിച്ചത്. എന്നിട്ട് തെറ്റ് കംപ്ലീറ്റ് ആണുങ്ങൾക്കും. അതായത് പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ തെറ്റ് അപ്പോൾ അതായത് ഇതിൽ എന്ത് വാക്കറിയാം തിരുത്തേണ്ടത്? ഒരു ഫ്ലാറ്റിൽ വെച്ച് തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ വെച്ച് 2 തവണയും പാലക്കാട്ടെത്തിച്ച് 1 തവണയും ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന് പകരം തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ വെച്ച് 2 തവണയും പാലക്കാട്ട് 1 തവണയും ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് എഴുതേണ്ടത്. അതിന് ബലാത്സംഗം ചെയ്തു എന്ന് എഴുതില്ല, അങ്ങനെ എഴുതുള്ളൂ. പത്രക്കാരും മീഡിയക്കാരും FIRൻ്റെ കോപ്പിയിലൊക്കെ അങ്ങനെയല്ലേ എഴുതുള്ളൂ, അല്ലാതെ മാറ്റി എഴുതില്ലല്ലോ. ആണുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് എന്ത് എഴുത്തരവും കാണിച്ചിട്ട് കാരണം കുറച്ച് കാലം മുമ്പ് വേടനെതിരെ ഒരു പെൺകുട്ടി വന്നു, ഇതേ അവസ്ഥയിലായിരുന്നു. അതായത് അവർ സ്നേഹിച്ച് പ്രേമിക്കുമ്പോൾ 2 പ്രാവശ്യം ബന്ധപ്പെട്ടു, അവിടെ വെച്ച് ബന്ധപ്പെട്ടു, അവരുടെ കോഴിക്കോട് വീട്ടിൽ വെച്ച് ബന്ധപ്പെട്ടു, എറണാകുളത്ത് വെച്ച് ബന്ധപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം അവരുടെ ലവ് ബ്രേക്കപ്പ് ആയപ്പോൾ അവൾ കൊണ്ട് കേസ് കൊടുത്തു. മുൻകൂർ ജാമ്യം കിട്ടി, വേടൻ പുറത്തിറങ്ങി. അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എപ്പോഴും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അടപടലം പൂട്ടക്കാരൻ അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. വേടൻ്റെ പോലെയല്ല ഇതിൽ മിസ്റ്റേക്ക് കാരണം അബോർഷൻ ചെയ്തു, അത് വലിയ മിസ്റ്റേക്കാണ്. പിന്നെ ഓഡിയോ കറക്റ്റ് സഹിത ഓഡിയോ ഉണ്ട്. പിന്നെ അബോർട്ട് ചെയ്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ചിലപ്പോൾ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. വീനസ് 64 പകരം ബലാത്സംഗത്തിന് കുറഞ്ഞ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ വാറണ്ട് കൂടാതെ പോലീസിന്, അതായത് ഒരു വാറണ്ടും ഇല്ലാതെ പോലീസിന് എവിടെ നിന്ന് കണ്ടാലും അറസ്റ്റ് ചെയ്യാനും കഴിയുമ്പോൾ. പിന്നെ സ്ത്രീയുടെ അനുമതി ഇല്ലാതെ ഗർഭചിത്രം നടത്തുന്നതിനെതിരെയുള്ള BNS 89 വകുപ്പ് പ്രകാരവും ഉണ്ട്. അതിനും ജീവപര്യന്തം വരെയാണ് തടവ് ശിക്ഷ. അതിനും ജീവപര്യന്തം വരെയാണ് തടവ് ശിക്ഷ. അതായത് പിന്നെ ഇതിൽ വേറൊരു കടയിൽ ഗുളിക കൊടുത്തത് അവൻ്റെ ഫ്രണ്ടാണ്. അയാൾക്ക് ഏത് സമയത്താണ് ഗുളിക മേടിച്ച് കൊടുക്കാൻ തുടങ്ങിയതാവോ, ജോബിയോ അങ്ങനെ എന്താ പേര്, ആളിനെ അറസ്റ്റ് ചെയ്യും കിട്ടിയ. അതായത് പിന്നെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ച് ഗുളിക കൊടുത്തു എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് സത്യമായിരിക്കും, നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ നിർബന്ധിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാത്തത് കൊണ്ട്, അതായത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണെന്ന് അറിയാതെ ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം, അല്ലാതെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയോട് എനിക്ക് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ വേണമെന്ന് പറയാൻ മാത്രം മണ്ടനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു? അത്രയ്ക്ക് പെണ്ണില്ലാതിരിക്കുകയാണോ ലോകത്ത്? അതോ ഇനി ഇവർ കല്യാണത്തിന്, ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്, കാരണം 2024 കല്യാണം കഴിഞ്ഞേ, അതിനു മുമ്പ് ഉള്ള കോണ്ടാക്റ്റ് ബന്ധമുള്ളതാണോ ഇവർ? അങ്ങനെയൊക്കെ അന്വേഷിക്കണം. അല്ലാതെ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ പരിചയപ്പെട്ടും കൊണ്ട് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ കല്യാണം കഴിച്ചത്, ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണവും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും നമുക്ക് വിശ്വസിക്കാനുള്ള ഒന്നുമില്ല. അതൊന്നും സത്യസന്ധമായിട്ട് നമുക്ക് തോന്നുന്നേ ഇല്ല. അപ്പോൾ എന്തായാലും ഇത്രയും വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. മനഃപൂർവ്വമായ മനഃപൂർവ്വമായ ദേഹോപദ്രവം ചെയ്തു, അതിജീവിതമാണല്ലോ ഇവർ പറയുക. അതിജീവിതമാണെന്ന് ഇവരെ നിങ്ങൾ പറയും, FIR പോലീസുകാരും പറയും, മീഡിയക്കാരും പറയും അതിജീവിതം. നമ്മൾ അതിജീവിതം അറിയില്ല, അവിഹിതം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിപ്പോൾ കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. അവിഹിതം തന്നെ പറയാൻ പറ്റുന്നില്ല. അവിഹിതം തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്, വേറൊന്നുമല്ലല്ലോ. അവിഹിതമൊക്കെ ആവാമെന്നേ, അവിഹിതമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ അതിനൊരു ഇത് വേണം. ആ ഭർത്താവിൻ്റെയും കൂടി ജീവിതം നശിപ്പിച്ച് വെച്ചതല്ലേ. അതായത് ഒരാളുടെ ജീവിതമാണ് അപ്പം നശിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം നശിപ്പിച്ചു. ആ പെൺകുട്ടിക്ക് ജീവിതം നശിച്ചതായി തോന്നുന്നില്ല. അവർക്കിതൊരു ആയിരിക്കും, അതുകൊണ്ടാണ് ജീവിതം നശിച്ചതായി തോന്നാത്തതായിരിക്കും. ആ പയ്യൻ്റെയും ജീവിതം നശിച്ചില്ലേ. പിന്നൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ആ പെൺകുട്ടി ചെയ്ത കാര്യങ്ങളിൽ ആ ഒരു പയ്യനും ദോഷം സംഭവിച്ചു അല്ലേ. ആ ഭർത്താവ് എന്ന് പറയുന്നവനും അവൻ്റെ ജീവിതം നശിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതവും തൊലഞ്ഞു. അപ്പോൾ എല്ലാവരും പറയും ഇതിനെ ഇറങ്ങുമ്പോൾ ചിന്തിക്കണ്ടേന്ന് പറയും. ചിന്തിക്കണമായിരുന്നു, രാഹുൽ ചിന്തിക്കണമായിരുന്നു. രാഹുൽ തെറ്റുകാരൻ തന്നെ, 100% തെറ്റുകാരൻ തന്നെ. പക്ഷേ ഒരേ തെറ്റ് രണ്ടുപേരും ചെയ്തിട്ട് എന്തുകൊണ്ട് ഒരാളെ മാത്രം ഇത്രയും കുറ്റപ്പെടുത്തി ഇത്രയും ക്രൂശിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തു. പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ വാക്കിടയിൽ വഴക്കുണ്ടായാൽ എങ്ങനെ ബലാത്സംഗം എന്ന് പറഞ്ഞിട്ട് എഴുതും? അതാണ് ചോദ്യം. വേടൻ്റെ കേസിൽ നമ്മൾ ഈ അടുത്ത് തന്നെ വേടൻ്റെ കേസിൽ നമ്മൾ അത് അറിഞ്ഞതാണ്. വേടനും അവർ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ വഴക്കായപ്പോൾ വേടനെതിരെ പരാതി കൊടുത്തു. ആ പരാതി നിന്നോ? ഇല്ല, കോടതിയിൽ നിന്നില്ല. ഇത് ചുമ്മാ ഒരു കേരളത്തിൽ ആവശ്യമില്ലാതെ പെണ്ണ് കേസ് ഉണ്ടാക്കുക, ആരെങ്കിലും മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കേസ് കൊടുക്കുക, താഴേക്ക് അടിച്ചു തീർക്കുക, കേസ് കൊടുക്കുക. മെയിനായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിന് ഇതൊരു ശീലമായി. ഉമ്മൻചാണ്ടി സാറിന് പണ്ട് ചെയ്തു, അപ്പോഴും കോൺഗ്രസ്സുകാരനെയാണ് തിരിഞ്ഞു കൊത്തിയത്. അന്ന് കോൺഗ്രസ്സിൽ ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു, ഗണേഷ് കുമാറാണ് തിരിഞ്ഞു കൊത്തിയത്. ഇപ്പോഴും ഇത് കോൺഗ്രസ്സിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും രാഹുലിനെ അടിച്ചിരുത്താൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. പെട്ടെന്ന് വളർന്നു വന്ന ആളല്ലേ. അപ്പോൾ അതിനർത്ഥം രാഹുൽ ഒരു തെറ്റും ചെയ്യാണ്ട് പെട്ടു എന്നല്ല ഉദ്ദേശിക്കുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആരാൻ്റെ ഭാര്യനെ പോയിട്ട് കള്ളവും നുണയും പറഞ്ഞിട്ട് ഗർഭിണിയാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. അതിൽ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല.
അത് നമുക്കതുകൊണ്ട് അതിൽ എന്താ സത്യാവസ്ഥ, എവിടെ വെച്ച് ഇവർ വഴക്കായി, എന്തിന് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് രാഹുൽ മങ്കുടത്തിൽ ചാറ്റിൽ ബലപ്പെടുത്തി. ആ ചാറ്റ് നമുക്ക് തന്നത് മീഡിയക്കാർ തന്നെയാണല്ലോ. അവരുടെ ചാറ്റാണ്, ആ പെൺകുട്ടിയുടെ ചാറ്റാണ് അതിജീവിത എന്ന് മീഡിയക്കാർ പറയുന്ന, അല്ലാതെ നമ്മളാരും പറയില്ല അതിജീവിത. ഇതിന് അതിജീവിത എന്നല്ല ഇവരെ പറയണ്ടേ. അപ്പോൾ അതിജീവിത എന്ന് മീഡിയക്കാർ പറയുന്നുണ്ടല്ലോ. ആ അതിജീവിതയുടെ ചാറ്റാണ്, അതിജീവിതയും രാഹുലിൻ്റെയും ചാറ്റാണ് എന്നുകൊണ്ട് ആ ചാറ്റ് തന്നിരിക്കുന്നത്. അതിൽ രാഹുൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഈ മാസം നമുക്ക് മാർച്ചിൽ ഫുള്ളായി ബന്ധപ്പെടാം, അപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആവുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട്? പ്രഗ്നൻ്റ് ആയിട്ട് കല്യാണം കഴിക്കാനാണോ? പ്രഗ്നൻ്റ് ആയ ശേഷം ഭർത്താവിനെ ഒഴിവാക്കാനാണോ? അതോ സുഖജീവിതം നയിക്കാൻ വേണ്ടി രാഹുലിനെ കെട്ടാൻ നോക്കിയതാണോ? അവസാനം രാഹുലിന് ഇവള് ശരിയാകില്ല പറഞ്ഞ് ഒഴിവാക്കിയതാണോ? ഇതൊന്നും അറിയില്ല. എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ രാഹുൽ വലിയ തെറ്റുകാരനാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു മാനുഷിക പരിഗണന നോക്കുമ്പോൾ രാഹുൽ തെറ്റുകാരനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് രാഹുൽ മാത്രം തെറ്റുകാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, അറിയില്ല. പക്ഷേ അതിൽ ചെയ്തത് ആ പെൺകുട്ടിയും സെയിം തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞിട്ടില്ല വെച്ചാൽ ഈ പറയുന്ന നമുക്ക് നാവ് കൊണ്ട് തന്നെ ഫുള്ളും നമുക്ക് ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കാം. കാരണം ഇവൻ രാഹുൽ പറഞ്ഞിട്ടാണ്, രാഹുലാണ് ഓരോന്ന് പറഞ്ഞ് മൈൻഡ് മാറ്റിയിട്ട് നമുക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പ്രലോഭിപ്പിച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ്, അങ്ങനെ ഗർഭിണിയായതാണെന്ന് പറയാം. ഇതല്ലല്ലോ, കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സംഭവിച്ചതാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ അതിനെ അതിജീവിത എന്ന് വിളിക്കുന്നത് എനിക്കറിയുന്നില്ല. അതിജീവിത എന്ന് മീഡിയക്കാർ തള്ളി വിടുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്തൊരു കോൺഗ്രസ് MLA ആയതുകൊണ്ടാണോ? എനിക്ക് പേഴ്സണലി കോൺഗ്രസിനോട് കൂറൊന്നുമില്ല, എനിക്ക് കമ്മ്യൂണിസ്റ്റിനോട് തന്നെയാണ് കൂറുള്ളത്. പക്ഷേ ഇതൊരു കോൺഗ്രസ് MLA ആയതുകൊണ്ടാണോ ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് സംശയിച്ചാൽ തെറ്റില്ല. ഈ 4 മാസം ഈ മീഡിയക്കാർ പരനാറികളുടെ അടുത്ത് ഇതെല്ലാം കിട്ടിയിട്ട് എന്തുകൊണ്ട് ഇലക്ഷൻ്റെ തലേദിവസം കൊണ്ട് വെച്ചു? അപ്പോൾ ശബരിമല വിഷയവും ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം സ്വർണ്ണക്കടത്ത് കേസൊക്കെ അങ്ങോട്ട് ഒതുക്കണം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇവർ വായി തുറക്കാൻ പാടില്ല കോൺഗ്രസ്സുകാർ. അപ്പോൾ ഈ കാര്യം എടുത്തിട്ട് പറഞ്ഞു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യം ഇപ്പോഴെടുത്തിട്ടാൽ ഇതൊക്കെ ഡീല് നടന്നിട്ട് ചെയ്തതാണെന്ന് നല്ല ഉറപ്പുണ്ട്. ഡീല് നടന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയാണെങ്കിലും ആരായാലും ഡീല് നടക്കാതെയൊന്നും വെറുതെ ചുമ്മാ ഒരു പെൺകുട്ടിയൊന്നും ഇങ്ങനെ ഈ സമയത്ത് വരില്ല. നേരത്തെ 4 മാസം മുൻപ് വന്നിട്ട് ഇപ്പോൾ പുറത്തിടണമെങ്കിൽ മൊഴി കൊടുക്കണമെങ്കിൽ അവിടെ പോയി മൊഴി കൊടുക്കണമെങ്കിൽ അതൊക്കെ നടക്കാതെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാടുണ്ട്. ഒരു തവണ പാലക്കാട് രാഹുലിൻ്റെ ഫ്ലാറ്റിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിൻ്റെ സുഹൃത്ത് ജോബിയാണ് പാവം. ഏത് ജോബിയോ എന്ത് ജോബിയാണ് മരുന്ന് കൊണ്ട് കൊടുത്ത് ആ കാറിൽ വെച്ചാണ് മരുന്ന് കഴിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുൽ വീഡിയോ കോൾ വിളിച്ചിട്ട് അത് ഉറപ്പിച്ചു എന്നും പറയുന്നുണ്ട്. വീഡിയോ കോളിലൂടെ ഉറപ്പ് വരുത്തി എന്നാണ് പറയണത്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ തെറ്റ് തന്നെയാണ് രാഹുൽ, എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ വളരെ തെണ്ടിത്തരമാണ്. നീ എങ്ങനെ ജീവിക്കുകയെന്ന് പറയാമായിരുന്നു. എന്തായാലും എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വേറെ ആളുടെ മകനായിട്ടോ മകളായിട്ടോ ജീവിക്കുകയെന്ന് പറഞ്ഞിട്ട് വിടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും പ്രശ്നം വന്നിട്ടുണ്ടാവില്ല. അപ്പം നിനക്ക് അറിയില്ലേ, നീ പിന്നീട് മന്ത്രിയാകും, മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറെന്ത് കോപ്പാകുമെന്നൊക്കെ അറിഞ്ഞറിഞ്ഞിട്ട് നീ ഈ തരവെഴുതരം കാണിച്ചത് നിൻ്റെ തെറ്റ് തന്നെ, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ FIR ഇതൊക്കെയാണ് റിപ്പോർട്ട്. അപ്പോൾ മെയ് 30-നാണ് മരുന്ന് കൊടുത്തതെന്ന് എടുക്കാൻ ഡേറ്റ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് ഇന്നലത്തെ ഒരു ഓഡിയോയിലും പറയുന്നുണ്ട്. നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ്, ആ ദിവസമാണ് മരുന്ന് തന്നെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണ്. എന്തായാലും രാഹുൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഇത് ബലാത്സംഗമല്ല, പീഡനമല്ല, ഇത് പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ആണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നിൽക്കുമെന്നും അറിയില്ല. പരസ്പരം സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലും ഒക്കെ ആകും. പക്ഷേ അവിടെ ഒരു കുഞ്ഞിനെ കൊന്നിട്ടുണ്ട്. അതിൽ രാഹുൽ എന്തായാലും ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് നിർബന്ധിച്ചിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 2 പേർക്കും അത് ചെയ്തില്ല എന്ന് കോടതി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ചോദിക്കണം കോടതി. അപ്പോൾ നിങ്ങൾക്ക് ബോധമില്ലേ? ഇപ്പോൾ ഈ പെൺകുട്ടി 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയൊന്നും അല്ലല്ലോ. അപ്പോൾ ബോധം ഉണ്ടാവുമല്ലോ അത് ചെയ്യാൻ പാടില്ലെന്ന്. അപ്പോൾ നിർബന്ധിച്ചു അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളും അതിൽ തെറ്റുകാരാണ് എന്ന് കോടതി ചൂണ്ടി കാണിക്കുമെന്ന് തോന്നുന്നു. അറിയില്ല. ബാക്കിയുള്ളതെല്ലാം പരസ്പര സമ്മതപ്രകാരമാണെന്നുള്ള ചാറ്റിൽ വ്യക്തമാണ്. പിൽസ് മുഖ്യം പറയുന്നുണ്ട്. പിൽസ് മുഖ്യം ബിഗിലേന്ന് ആ പെൺകുട്ടി തിരിച്ചിട്ട് അതിജീവിത എന്ന് മീഡിയക്കാർ പറയുന്നുണ്ടല്ലോ, ആ അതിജീവിത പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പിൽസ് മുഖ്യം പറയുന്നുണ്ട്. എന്തോ ശരി, ഓക്കെ. ഒന്നുകൂടി പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ബൈ.